കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. സെവറത് തൈത്താൻ സൊൽവേൻ, സൊൽറൈ തൈത്താൻ സെവേൻ, ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ ആയങ്കി പിടിയിലായതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും മന്ത്രി രമേശ് ചെന്നിത്തലയുടെയും പ്രതിച്ഛായ തകർക്കാനും ഭരണ നേട്ടങ്ങൾക്ക് കോട്ടമുണ്ടാക്കാനും അർജുൻ ആയങ്കിയെ മറയാക്കി കരുക്കൾ നീക്കിയ പ്രതിപക്ഷ രാഷ്ട്രീയ ശത്രുക്കൾക്ക് കനത്ത പ്രഹരമാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു കുപ്രസിദ്ധ കുറ്റവാളിയെ കണ്ണൂരിൽ വെച്ച് കൃത്യമായ മിന്നൽ പരിശോധനയിലൂടെ പിടികൂടിയതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും കേരള പോലീസിന്റെയും ആധിപത്യം വീണ്ടും ഇവിടെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. മണിക്കൂറുകളോളം നീണ്ട അത്യന്തം സാഹസികമായ പോലീസ് ഓപ്പറേഷനിലാണ് VPN IP-കളും ഹൈടെക് കുതന്ത്രങ്ങളും പൊളിച്ച് പോലീസുകാർ പുലർച്ചെ 2 മണിയോടെ ആയങ്കി ഒളിച്ചിരുന്ന ഫ്ളാറ്റിന്റെ വാതിക്കലിലേക്ക് ഇരച്ചെത്തിയത്. ഒളിവിലിരുന്ന സോഷ്യൽ മീഡിയയിൽ വീരവാദം മുഴക്കിയ പ്രതിക്ക് പോലീസിന്റെ മിന്നൽ നീക്കത്തിൽ പതറേണ്ടി വന്നു. തൃശൂരിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട പ്രതിയെ കണ്ണൂരിലെ സ്വന്തം താവളത്തിൽ വെച്ചു തന്നെ തൂക്കിയെടുക്കാൻ പോലീസിന് സാധിച്ചത് നീതിന്യായ സംവിധാനത്തിന് വലിയ ആശ്വാസമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നേറുമ്പോൾ അതിനെ തളർത്താനും മന്ത്രിയുടെ ഇമേജിൽ കരിനിഴൽ വീഴ്ത്താനും ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഈ അറസ്റ്റ്. ആയങ്കിയുടെ ഒളിവു ജീവിതവും സൈബർ പോരുവിളികളും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ വലയിലാക്കി മാസ് മറുപടിയാണ് ചെന്നിത്തല നൽകിയത്. ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയനെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തിയവർക്കും ഈ അറസ്റ്റ് വലിയ പ്രഹരമായി. ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ ദീർഘകാല പരിചയ സമ്പത്തുള്ള വിജയന്റെ പ്രവർത്തന മികവിനെ ചോദ്യം ചെയ്യാനും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഇയാളെ മാറ്റാനും ചില കേന്ദ്രങ്ങൾ സജീവമായി നീങ്ങിയിരുന്നു. എന്നാൽ DIG K കാർത്തിക്കുമായി ചേർന്ന് പഴുതടച്ച വ്യൂഹം ചമച്ച് ആയങ്കിയുടെ ഒളിത്താവളം തകർത്തതോടെ ADGP P വിജയന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചവർ മൂക്കിൽ വിരൽ വയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആയങ്കിയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനോട് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നൽകിയ ഈ അവസാന സമയപരിധി കൃത്യമായി പാലിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞത് ക്രമസമാധാന പാലകരുടെ വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആയങ്കിയെ വെടിവെക്കാതെയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും പിടിച്ചു കാണിക്കാമോ എന്ന രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു പ്രതിപക്ഷവും CPM-ഉം ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് വെച്ചു നീട്ടിയത്. പൊതുമധ്യത്തിൽ ആയങ്കിയെ തള്ളിപ്പറഞ്ഞും എന്നാൽ പോലീസിനെ പ്രതിരോധത്തിലാക്കിയും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ചവർക്ക് അതേ നാണയത്തിലാണ് ഭരണകൂടം മറുപടി നൽകിയത്.